കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് തരുന്ന വലിയ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നാം എത്തിയിരിക്കുന്നത് അന്ത്യകാലഘട്ടത്തിൻ്റെ അന്ത്യ നിമിഷങ്ങളിലാണല്ലോ. വളരെയേറെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗൗരവമുള്ള ഒരു ആത്മീയ ജീവിതം നയിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഒരു പ്രത്യേക വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവശബ്ദം എങ്ങനെയൊക്കെ കേൾക്കാൻ കഴിയും? ദൈവം എന്നും നമ്മോട് സംസാരിക്കാൻ ദൈവമെന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്ന ചില വീഡിയോകൾ ദൈവശബ്ദം എങ്ങനെയൊക്കെ കേൾക്കാമെന്നുള്ള വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. എങ്കിലും അതൊരു ടോപ്പിക്കായി ഞാനതെടുക്കുവാൻ കർത്താവിൽ ഇന്ന് മുതൽ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത് മനുഷ്യനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ്. ദൈവശബ്ദം കേട്ട അനേകരെ കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തിരുവെഴുത്തിലെ അവസാന പുസ്തകമായ യോഹന്നാനുണ്ടായ വെളിപ്പാടിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യമാണ് ഞാനിവിടെ വായിച്ചത്. ഈ വാക്യത്തിൽ പറയുന്ന അത്താഴം എന്നുള്ളത് യേശുക്രിസ്തുവിലുള്ള ഒരു ആത്മീയ സമൃദ്ധിയെ കാണിക്കുകയാണ്. യഹൂദന്മാരുടെ ഇടയിൽ ജനിച്ച് വളർന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യഹൂദന്മാരുടെ ആഹാരക്രമത്തിൽ കൂടെയും ഒരു ആത്മീയ സന്ദേശം കൈമാറുകയാണ്. യഹൂദന്മാരുടെ ആഹാരക്രമത്തിൽ വൈകുന്നേരത്തെ അത്താഴം എന്നുള്ളത് വളരെ ശ്രേഷ്ഠകരമായ ഒന്നാണ്. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും ശ്രേഷ്ഠകരമായ ആത്മീയ അനുഭവങ്ങൾ ഒരുക്കി നമ്മുടെ കർത്താവ് കാത്തിരിക്കുന്നു. ഈ വചനത്തിൽ പറഞ്ഞ ഈ അത്താഴം എന്നുള്ളത് ഈ തലമുറയിലെ ദൈവസഭകളിലുള്ള ഒരു ദൈവിക വാഗ്ദത്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ ജനം തൻ്റെ ശബ്ദം കേൾക്കണമെന്നും ഒരുക്കപ്പെട്ടിരിക്കുന്ന ആത്മീക സമൃദ്ധിയിൽ പങ്കാളികളാവണമെന്നും നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ 7 സഭകൾ സഭാ കാലയളവിലെ 7 കാലഘട്ടങ്ങളെയാണ് കാണിക്കുന്നത്. ആരംഭത്തിൽ തന്നെ അവസാനവും അറിയുന്ന നമ്മുടെ കർത്താവ് ദൈവസഭയുടെ ആരംഭം മുതൽ സഭയുടെ എടുത്തുകൊള്ളപ്പെടൽ വരെയുള്ള കാലഘട്ടത്തിലേക്കുള്ള ദൈവജനത്തിനുള്ള ഉപദേശങ്ങൾ, ആശ്വാസ വചനങ്ങൾ, വാഗ്ദത്തങ്ങൾ, മുന്നറിയിപ്പുകൾ എന്നിവയെല്ലാം ആ 7 സഭകൾക്കുള്ള ദൂതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറഞ്ഞ ഈ ദൈവിക വാഗ്ദത്തം ലവോദിക്യ സഭയോട് മാത്രമുള്ള ഒരു ദൈവിക ദൂതല്ല. ലവോദിക്യ സഭയുടെ അതേ അനുഭവത്തിലെത്തിയിരിക്കുന്ന ഈ തലമുറയിലെ ദൈവജനത്തിനോടുള്ള ദൈവിക സന്ദേശമാണിത്. കർത്താവ് ഒരുക്കിയിരിക്കുന്ന അത്താഴത്തിൽ നാം ഓരോരുത്തരും പങ്കാളികളാകണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പടിയാണ് ദൈവശബ്ദം കേൾക്കുക എന്നുള്ളത്. 29-ാം സങ്കീർത്തനത്തിൽ ഇസ്രായേലിന്റെ രാജാവായിരുന്ന ദാവീദ് ദൈവശബ്ദത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലിരിക്കുന്നു എന്നൊക്കെ ദാവീദ് ദൈവശബ്ദത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് നമുക്ക് 29-ാം സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അന്ന് ദൈവശബ്ദം പെരുവെള്ളത്തിന് മീതെ മുഴങ്ങിയതുകൊണ്ടോ ആ ശബ്ദം മാൻപേടകളെ അന്ന് പ്രസവിപ്പിക്കുമാറാക്കിയത് കൊണ്ടോ അത് വനങ്ങളെ അന്ന് തോലിരിച്ചത് കൊണ്ടോ ഇന്ന് ജീവിക്കുന്ന നമുക്ക് എന്താണ് പ്രയോജനമുള്ളത്? നമുക്ക് ഓരോരുത്തർക്കും ദൈവശബ്ദം പ്രയോജനകരമാകണമെങ്കിൽ നാം ഓരോരുത്തരും വ്യക്തിപരമായി ദൈവശബ്ദം കേൾക്കേണ്ടതുണ്ട്. AD 95-ൽ പത്മോസിൽ വെച്ചുണ്ടായ വെളിപ്പാടിൽ ആണ് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതിയത്. അതോടുകൂടെ തിരുവെഴുത്ത് പൂർണ്ണമായെന്നും ഇനിയും ദൈവം തിരുവെഴുത്തിൽ കൂടെ മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നും ചിലർ ജനത്തെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദൈവ ശബ്ദത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം തന്നെ പറയുന്നത് എന്തെന്ന് നാം ഒന്ന് കേൾക്കേണ്ടത് ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എഴുതപ്പെട്ടിട്ടുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ മാത്രമേ ദൈവം സംസാരിക്കുകയുള്ളൂ എങ്കിൽ അവിടെ ആത്മാവിനാൽ എഴുതപ്പെടേണ്ടത് ഇങ്ങനെയാണ്, കണ്ണുള്ളവനെല്ലാം വായിക്കട്ടെ എന്നായിരിക്കണം. എന്നാൽ തിരുവെഴുത്ത് അങ്ങനെയല്ലല്ലോ പറയുന്നത്. ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവം ഇന്നും നമ്മോട് സംസാരിക്കുന്നുണ്ട്. ദൈവശബ്ദം കേൾക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രം പ്രവാചകന്മാരുടെയും പ്രവാചികമാരുടെയുമാണ്. എന്നാൽ അവരിൽ കൂടെ മാത്രമല്ല, ദൈവം വിവിധ രീതികളിൽ ഇന്നും ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. പഴയകാലത്ത് ദൈവജനം ദൈവശബ്ദം കേൾക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പുരോഹിതന്മാരുടെ അടുക്കലോ പ്രവാചകന്മാരുടെ അടുക്കിലേക്കോ
പോകണമായിരുന്നു. പുരോഹിതന്മാർ, പ്രവാചകന്മാർ എന്നിങ്ങനെയുള്ളവരിൽ കൂടെ മാത്രമാണ് ആ കാലഘട്ടത്തിൽ ദൈവം തന്റെ ജനത്തോട് സംസാരിച്ചു വന്നിരുന്നത്. നിയമകാലഘട്ടത്തിൽ ദൈവജനത്തിന് ദൈവത്തോട് ഉണ്ടായിരുന്ന മനോഭാവം അത് ദാസ്യത്തിന്റെ മനോഭാവമായിരുന്നു. അതുകൊണ്ടാണ് ദൈവശബ്ദം കേൾക്കാൻ അവർ മധ്യസ്ഥന്മാരെ തേടി ഓടേണ്ടതായി വന്നത്. എന്നാൽ പുതിയ നിയമം പ്രകാരം നാം ദൈവത്തിന്റെ മക്കളാണ്. യോഹന്നാന്റെ സുവിശേഷം 1:12 അത് പറയുന്നുണ്ട്. നീ ഇനിയും ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു ഗലാത്യ ലേഖനം 4:6 പറയുന്നു. പഴയ നിയമകാലത്ത് പുരോഹിതന്മാർ ഉൾപ്പെടെ ഭയത്തോടു കൂടിയാണ് ആലയത്തിലേക്ക് പ്രവേശിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. എബ്രായർക്ക് ലേഖനം 10:22 നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമ വിശ്വാസികളായ നമ്മിൽ വ്യാപരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവല്ല, ദാസ്യത്വത്തിന്റെ ആത്മാവുമല്ല, പുത്രത്വത്തിന്റെ ആത്മാവ് തന്നെയാണ്. നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയും. ആയതിനാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും ദൈവശബ്ദം കേൾക്കാൻ മധ്യസ്ഥന്മാരെ തേടി ഓടേണ്ട കാര്യമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പ്രവാചകനെ തേടി ദൈവമക്കൾ ഓടരുത്. വചനം പറയുന്നത് എങ്ങനെയാണ്? പ്രവാചകൻ ദൈവത്തിന്റെ ദൂതുമായി നിങ്ങളെ തേടി വരണം. തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കൂടെ മാത്രമല്ല, ദൈവം ഇന്നും വിവിധ രീതികളിൽ നമ്മോട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ലഭിച്ച ദൈവവചന പരിജ്ഞാനത്തിലും ജീവിത അനുഭവങ്ങളിൽ കൂടെയും ദൈവാത്മാവ് പ്രകാശിപ്പിച്ച് നൽകിയ ഈ സന്ദേശം നിങ്ങളുടെ ആത്മീക വർധനവിന് കാരണമായി തീരട്ടെ. ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവ് പ്രാപ്തരാക്കി തീർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ ദൈവം എനിക്ക് തന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഒന്നാമത് നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നത് ദൈവവചന ധ്യാനത്തിൽ കൂടെയാണ്. ബൈബിൾ എന്ന ആംഗലേയ ഭാഷയിലും തിരുവെഴുത്തുകളെന്നും ഇതിൽ തന്നെ പറയുകയും സത്യവേദപുസ്തകമെന്നും വിശുദ്ധ വേദപുസ്തകമെന്നും നമ്മുടെ ഭാഷയിലും വിളിക്കപ്പെടുന്ന 66 ചെറുപുസ്തകങ്ങളടങ്ങിയ ബൈബിൾ അത് ദൈവത്തിന്റെ വചനം തന്നെയാണ്. തിരുവെഴുത്ത് പറഞ്ഞു, 2 തിമോത്തിയോസ് 3:16 പറയുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണ്. പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും 2 ഭാഗങ്ങളെ തിരിച്ചിട്ടുള്ള ഈ ഗ്രന്ഥത്തിലെ ഓരോ വചനങ്ങളും ദൈവാത്മാവിനാൽ തന്നെ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ് പഴയ നിയമം? നാം ഇന്ന് കാണുന്ന ഭൂമിയുടെ ആരംഭത്തെക്കുറിച്ചും ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാമിനോടുള്ള ദൈവിക ഉടമ്പടിയിൽ രൂപീകൃതമായ ഇസ്രായേൽ ജനത്തോടുള്ള വാഗ്ദത്തങ്ങളും നിയമങ്ങളും ഉപദേശങ്ങളും പ്രവചന പുസ്തകങ്ങളുമാണ് പഴയ നിയമ പുസ്തകങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്. എന്നാൽ പുതിയ നിയമം എന്താണ്? നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന വാഗ്ദത്ത നിറവേറലായ യേശുക്രിസ്തുവിനെ കുറിച്ചും സകല ജാതികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രക്ഷിത ഗണത്തിനുള്ള ഉപദേശങ്ങളും പ്രവചനങ്ങളും അടങ്ങിയിരിക്കുന്ന പുസ്തകങ്ങളാണ് പുതിയ നിയമം എന്നും പറയുന്നത്. ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായിരുന്ന ദാവീദ് പറഞ്ഞു, യഹോവയുടെ ന്യായപ്രമാണം ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. സങ്കീർത്തന പുസ്തകം 1:2 ഇവിടെ പറയുന്ന ന്യായപ്രമാണം എന്നത് മോശയ്ക്ക് ദൈവം നൽകിയ ദൈവിക വെളിപ്പാടുകളാണ്. യോശുവയുടെ ദൈവം ഇതേ വചനം തന്നെ പറയുന്നുണ്ട്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് അതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. യോശുവയുടെ പുസ്തകം 1:8 ഞാനിവിടെ പറഞ്ഞത്. മോശ ദൈവത്തിൽ നിന്നും പ്രാപിച്ചതും മോശ ഇസ്രായേലിന് നൽകിയതുമായ വചനങ്ങൾ വായിക്കണമെന്നും അത് ധ്യാനിക്കണമെന്നുമാണ് യഹോവയെ ദൈവഭക്തനായിരിക്കുന്ന യോശുവയോട് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാവുന്നു. മത്തായി സുവിശേഷം 7:24 ഞാനിവിടെ വായിച്ചത്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാലെന്ന് യോഹന്നാന്റെ സുവിശേഷം 15:7 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബാല്യക്കാരെ, നിങ്ങൾ ശക്തനാകിയാലും ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കാലും എന്ന് 1 യോഹന്നാന്റെ ലേഖനം 2:14 രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മിൽ വസിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ വളരുകയും ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതത്തിലേക്ക് നാം നയിക്കപ്പെടുകയും ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 119:102 ഇപ്രകാരം കാണുന്നുണ്ട്, തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. ദൈവവചനത്തെക്കുറിച്ച് ദൈവഭക്തന്റെ വർണ്ണനയാണിത്. ദൈവവചന ധ്യാനം നമ്മിൽ സമാധാനവും സന്തോഷവും പ്രത്യാശയും നൽകുന്നു. അതുമാത്രമല്ല, എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം ധ്യാനിക്കുന്ന നിമിത്തമായി ആത്മാവായിരിക്കും ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതേക്കുറിച്ച് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഈ വിഷയത്തോടനുബന്ധിച്ച് ഒന്ന് പറയാൻ ആഗ്രഹിക്കുക. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഭായോഗത്തിൽ പങ്കെടുക്കുവാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു സഭാ ഹാളിലേക്ക് ഞാൻ പോയി.
അന്നത്തെ ദൈവവചന ശുശ്രൂഷ 2 രാജാക്കന്മാർ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ആയിരുന്നു. മരം മുറിക്കുവാൻ യോർദാനിലേക്ക് പോയ പ്രവാചക ശിഷ്യന്മാരിൽ ഒരുത്തൻ ഉപയോഗിച്ച കോടാലിക്ക് മൂർച്ച കുറവായിരുന്നുവെന്നും അങ്ങനെ മൂർച്ച കുറഞ്ഞ കോടാലി കൊണ്ട് മരം മുറിച്ചതിനാൽ അവന് അധികം ശക്തിയോടെ മരം മുറിക്കേണ്ടി വന്നുവെന്നും അങ്ങനെ അധികം ശക്തിയോടെ മരം മുറിക്കേണ്ടി വന്നതിനാൽ ആ പ്രവാചക ശിഷ്യന്റെ കോടാലി ഊരി യോർദാനിൽ വീണെന്നുമാണ് ആ പ്രസംഗത്തിൽ ഞാൻ കേട്ടത്. കോടാലിയെ ദൈവത്തിന്റെ കൃപാപരമായി താരതമ്യം ചെയ്തുള്ള ഒരു വ്യാഖ്യാന പ്രസംഗമായിരുന്നു അത്. ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു. ആ പ്രവാചക ശിഷ്യൻ മരം മുറിക്കുവാൻ ഉപയോഗിച്ച കോടാലി മറ്റാരോടോ വായ്പയായി വാങ്ങിയതാണ്. കൃപാവരം എന്നത് ദൈവത്തിന്റെ ദാനമാണ്, അതൊരിക്കലും വായ്പയല്ലല്ലോ. അങ്ങനെയെങ്കിൽ ഈ കോടാലിയെ കൃപാവരവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്, അങ്ങനെ താരതമ്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ, ശരിയായൊരു വ്യാഖ്യാനമല്ലല്ലോ എന്നൊരു ചിന്തയും എൻ്റെ മനസ്സിലുണ്ടായി. പ്രസംഗത്തിൽ ഞാൻ അവിടെ കേട്ട പല ആശയങ്ങളും ദൈവത്തിന്റെ വചനത്തോട് നീതി പുലർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ തുടർന്ന് ആ പ്രസംഗം ശ്രദ്ധിക്കുവാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല. അപ്പോൾ തന്നെ ആ 7 വാക്യങ്ങളും ഞാൻ ശ്രദ്ധയോടെ വായിക്കുകയും അത് മനഃപ്പാഠമാക്കുകയും ചെയ്തു. തുടർന്ന് വന്ന 2.5 ആഴ്ചയോളം ഈ 7 വാക്യങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുകയാണ്. യാത്ര ചെയ്യുമ്പോഴും ഉറങ്ങാൻ തുടങ്ങുമ്പോഴും ഉണരുമ്പോഴും അങ്ങനെ ഏത് സമയത്തും ഈ 7 വാക്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഒരു രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ പതിവ് പോലെ ആ 7 വാക്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. പ്രവാചക ശിഷ്യന്മാർ മരം മുറിക്കുവാൻ യോർദാനിലേക്ക് പുറപ്പെടുന്നതും അവർ മരം മുറിക്കുവാൻ തുടങ്ങിയതും അതിലൊരുവന്റെ കോടാലി ഊരി നദിയിൽ വീഴുന്നുമെല്ലാം ഞാൻ ഭാവന കണ്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ വലതു ചെവിയിൽ ആരോ ഒരാൾ സംസാരിക്കുന്ന പോലെ ഞാൻ വ്യക്തമായിട്ട് കേൾക്കുകയാണ്. കോടാലി ഊരി നദിയിൽ വീഴണമെങ്കിൽ നദി അടുത്താണോ അകലെയാണോ അതൊരു തോന്നലായിരുന്നില്ല. ഒരാൾ വ്യക്തമായി ചോദിക്കുന്ന പോലെ ഞാനൊരു ശബ്ദം കേൾക്കുക. പെട്ടെന്ന് നദി അടുത്താന്ന് പറഞ്ഞാൽ ചാടി അങ്ങ് എഴുന്നേറ്റു. ഉടൻ തന്നെ തിരുവെടുത്തെടുത്ത് ആ വാക്യങ്ങൾ വായിക്കുവാൻ ആരംഭിച്ചു. ആ 7 വാക്യത്തിൽ നിന്നും 7 വിധത്തിലുള്ള ആശയങ്ങൾ എനിക്ക് ലഭിച്ചു. ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോഴും ആരോ പറഞ്ഞു വരുന്നത് പോലെ ഓരോ ആശയങ്ങളിലേക്ക് മനസ്സിലേക്ക് വരാൻ തുടങ്ങി. അവയെല്ലാം ഞാൻ മുമ്പ് കേട്ടു വന്നതിൽ നിന്നും വ്യത്യസ്തവും ദൈവത്തിന്റെ വചനത്തോട് 100% നീതി പുലർത്തുന്നതുമായിരുന്നു. പ്രവാചക ശിഷ്യൻ മരം മുറിക്കാൻ ഉപയോഗിച്ച കോടാലിയെ വ്യാഖ്യാനിക്കാതെ പ്രവാചക ശിഷ്യന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഉന്നത ദർശനത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക വെളിപ്പാടായിരുന്നു അന്ന് രാത്രിയിൽ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയത്. എലീശയുടെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു ഗേഹസി. ആ പേരിന്റെ അർത്ഥം ദർശനത്തിന്റെ താഴ്വര എന്നായിരുന്നുവെങ്കിലും അവന്റെ ഹൃദയം ലോകസ്നേഹത്താൽ നിറയപ്പെട്ടിരുന്നു. അരാമിയ സൈന്യാധിപനായിരുന്ന നയമാൻ കൊണ്ടുവന്ന വസ്തുക്കൾ ഉപായരൂപത്തിൽ സ്വന്തമാക്കിയതിനാൽ ഗേഹസി ദൈവകോപത്തിനിരയായി. നയമാന്റെ കുഷ്ഠരോഗം ഗേഹസിക്ക് ബാധിച്ചു. കുഷ്ഠരോഗം ബാധിച്ച ഗേഹസിയെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം പ്രവാചക സംഘത്തിൽ നിന്ന് അവര് പുറത്താക്കി. ലോകസ്നേഹത്താൽ നിറയപ്പെട്ട ഗേഹസി പ്രവാചക സംഘത്തിൽ നിന്നും പുറത്തേക്ക് പോയപ്പോൾ അകത്തുള്ള അല്ലെങ്കിൽ മറ്റുള്ള ശിഷ്യന്മാരുടെ ഹൃദയദൃഷ്ടികളെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കാൻ തുടങ്ങി. അവർ തങ്ങളുടെ ഇടുക്കത്തെ തിരിച്ചറിഞ്ഞു. ഇത്രയും നാൾ പാർത്തത് ഇടുങ്ങിയ ഒരു പാർപ്പിടത്തിലായിരുന്നു. എന്നാൽ ഗേഹസി അകത്തുണ്ടായിരുന്നിടത്തോളം അവർക്ക് ആ ഇടുക്കത്തെ തിരിച്ചറിയുവാനോ ഒരു മുന്നേറ്റം അവർക്കുണ്ടാകുവാനോ അവർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ഗേഹസി പുറത്തു പോയതോടുകൂടി തന്നെ പെട്ടെന്നൊരു മാറ്റം അവർക്ക് സംഭവിക്കുക. ഒന്ന്, അവരുടെ ഇടുക്കത്തെ അവർ തിരിച്ചറിഞ്ഞു. 2, ഒരു പുതിയതും വിശാലതുമുള്ള ഒരു പാർപ്പിടത്തിനു വേണ്ടി ഒരു താല്പര്യം അവരിലുണ്ടായി. ദൈവജനമേ, നമ്മുടെ ഇടുക്കത്തെ നമ്മൾ തിരിച്ചറിയുന്നതും ഒരു മുന്നേറ്റം നമ്മളിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മുടെ സ്വന്തമായി ഉണ്ടാകുന്ന ഒരു തീരുമാനമല്ല. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ക്രിയയാൽ അത് സംഭവിക്കുന്നതാണ്. അശുദ്ധി അകത്തുള്ളപ്പോൾ ദൈവികമായൊരു മുന്നേറ്റം ദൈവജനത്തിൽ ഉണ്ടാകുകയില്ലെന്നും എന്നാൽ അശുദ്ധി നീക്കപ്പെടുന്നിടത്ത് ദൈവികമായൊരു മുന്നേറ്റം ദൈവജനത്തിൽ ഉണ്ടാകുമെന്നും ആ വചനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവിനെ പഠിപ്പിക്കുകയായിരുന്നു. ലവോദിക്യ സഭയുടെ അതേ അനുഭവത്തിലെത്തിയിരിക്കുന്ന ഇന്നത്തെ ദൈവസഭകളോടുള്ള ദൈവിക ദൂതും കൂടിയാണിത്. എലീശയുടെ ശിഷ്യന്മാരിൽ ഒരു പാർപ്പിട നവോത്ഥാനം ഉണ്ടായതുപോലെ ഈ തലമുറയിലെ ദൈവജനത്തിനിടയിൽ ഒരു ആത്മീയ നവോത്ഥാനം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 2008 പ്രസിദ്ധീകരിച്ചതും 10 എഡിഷൻ പുറത്തിറങ്ങിയതുമായ ഇത് പിന്മഴയുടെ കാലം എന്ന ഗ്രന്ഥത്തിന്റെ 2-ാമത്തെ അധ്യായമായ പുതിയ ദർശനവും പുതിയ പാർപ്പിടവും ആ രാത്രിയിൽ പരിശുദ്ധാത്മാവിനിക്ക് നൽകിയ വചന വെളിപ്പാടുകളാണ്. തിരുവെഴുത്തിന്റെ പ്രത്യേകതകൾ തിരുവെഴുത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം തീ പോലെയും പാറയെ തകർന്ന് ചുറ്റിക്കും എന്നാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നത്. പ്രവചനം 55:11 പറഞ്ഞുകൊണ്ട് ഏത് കാര്യത്തിനായി വചനം അയക്കപ്പെടുന്നുവോ ആ കാര്യം സാധിപ്പിക്കുമെന്ന് യെശയ്യാ പ്രവചനം 55:11 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണെന്ന് എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. വചനം വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും പ്രമാണിക്കുന്നവരും
ഭാഗ്യവാന്മാരെന്ന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ വചനം അത് അനുദിനം വായിച്ച് ധ്യാനിക്കാനുള്ളതാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് ആ വചനം തന്നിരിക്കുന്നത്. അങ്ങനെ വായിച്ച് ധ്യാനിക്കുമ്പോൾ അത് നമ്മിൽ വസിക്കുകയും അത് നമ്മളെ ഉപദേശിക്കുകയും ചെയ്യും. വചനധ്യാനമില്ലാത്ത ക്രിസ്തീയ ജീവിതം നിരാശയുടെയും പുരുപുരുപ്പിൻ്റെതുമാകും. വചനത്തിന്റെ നീരോട്ടമില്ലാത്ത ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നില്ല. ലൂക്കോസ് എന്ന പേരുള്ള ഒരു ശിഷ്യൻ, അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എഴുതിയത്. അദ്ദേഹം ബെരോവയിലെ ദൈവമക്കളെ കുറിച്ച് എഴുതി. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ പൂർണ്ണ ജാഗ്രതയോടെ വചനം കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. ലൂക്കോസ് ഇവിടെ പറയുന്നത് ബെരോവയിലെ ദൈവജനത്തെക്കുറിച്ചാണ്. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 11-ാം വാക്യമാണ്. മോശയുടെ പഞ്ചഗ്രന്ഥവും പ്രവചന ചുരുളുകളുമായിരുന്നു അവർ വായിച്ചു വന്നത്. ആ കാലഘട്ടത്തിലെ എഴുത്തുകൾ കളിമൺ ഫലകങ്ങളിലും ഉണക്കിയെടുത്ത ഇലകളിലും മൃഗത്തിന്റെ തോലുകളിലുമൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ളവയിലെ വായന ഇന്നത്തെ പോലെ അത്ര സുഖകരമായിരിക്കണമെന്നില്ല. എങ്കിലും അവർ തിരുവെഴുത്തുകളെ വായിച്ചു. ഇന്ന് ഏറെക്കുറെ എല്ലാ ഭാഷകളിലും തിരുവെഴുത്ത് ലഭ്യമാണ്. നമ്മുടെ മലയാളം ഭാഷയിലും അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ 1 നൂറ്റാണ്ട് തികഞ്ഞിരിക്കുകയാണ്. കാലിന് ദീപമാകേണ്ട, പാതയ്ക്ക് പ്രകാശമാകേണ്ട ആ വചനം ഇന്ന് നിങ്ങൾ വായിച്ചോ? ആ വചനത്തിൽ കൂടെ നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയും. അത് നിങ്ങൾ ധ്യാനിച്ചോ? ഞാൻ വിശ്വസിക്കുന്നു അത് വായിക്കുമ്പോൾ, അത് ധ്യാനിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദൈവശബ്ദം കേൾക്കാൻ കഴിയും. ദൈവജനമേ, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക. അതിൽ കൂടെ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയും.